കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ രാത്രിയിലും കർത്താവിൻ്റെ തിരുവചനം ധ്യാനിക്കുവാൻ ഈ തിങ്കളാഴ്ച ദിവസത്തെ ബൈബിൾ ക്ലാസ്സിൽ ആയിരിക്കാൻ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വന്നുയർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. പകൽ സമയത്തെ ബദ്ധപ്പാടുകൾക്കും അധ്വാനത്തിനുമൊക്കെ ശേഷം ദൈവപാദപീഠത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം ധ്യാനിപ്പാനായി കർത്താവ് നമുക്ക് നൽകുന്ന അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവവചന കേൾവി നമുക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് നമ്മെ തന്നെ ദൈവസന്നിധാനത്തിൽ സമർപ്പണത്തോടെ വിശേഷാൽ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിൽ തുടരാവുന്നതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ഈ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ ദൈവം നമുക്ക് ഇടയാക്കുന്നതോർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തുടർച്ചയായിട്ട് കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ പ്രധാനമായിട്ട് മത്തായിയുടെ സുവിശേഷം 8-9 അധ്യായങ്ങൾ ഒരു പ്രധാനപ്പെട്ട പ്രമേയം, പ്രധാനപ്പെട്ട തീം, അതിനെ ബേസ് ചെയ്താണ് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. കർത്താവിൻ്റെ അധികാരത്തെക്കുറിച്ച്, യേശു കർത്താവിൻ്റെ അധികാരം, രാജാവാകുന്ന ആ കർത്താവിൻ്റെ അധികാരം, ഏതെല്ലാം മേഖലകളിൽ കർത്താവിൻ്റെ അതോറിറ്റി ഉണ്ട് എന്നുള്ള വിഷയമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് തൻ്റെ അധികാരം ചിലർക്ക് ഡെലിഗേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ തന്നിലുള്ളതാകുന്ന അതോറിറ്റി കർത്താവിന് പകരമായിട്ട് തുടർന്ന് ദൈവസഭയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനു വേണ്ടി ഉപയോഗിപ്പാൻ, ദൈവവചനത്തിൻ്റെ പൂർണ്ണതയ്ക്കു വേണ്ടി, അല്ലെങ്കിൽ പഴയ നിയമ കാലത്തുണ്ടായിരുന്ന പ്രവാചകന്മാരെ പോലെ അതേ അതോറിറ്റിയിൽ സംസാരിപ്പാൻ കർത്താവ് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു വിഷയമാണ് നമ്മൾക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കാണുവാനായിട്ട് കഴിഞ്ഞത്. ഇന്ന് നമ്മൾ ആ ഭാഗത്തു നിന്ന് തന്നെ അല്പം ചില കാര്യങ്ങളൂടെ മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിൻ്റെ 10-ാം അധ്യായം 2, 3, 4 ഈ വാക്യങ്ങളെ ബേസ് ചെയ്താണ് ചിന്തിപ്പാനായിട്ട് നമ്മൾ ആരംഭിച്ചത്. അപ്പോസ്തലന്മാർ എന്നുള്ള ആ കർത്താവിൻ്റെ 12 അപ്പോസ്തലന്മാർ, അല്ലെങ്കിൽ അതിനുള്ളിൽ അതോട് ചേർന്ന് പൗലോസും കൂടെ ദൈവത്തിൻ്റെ വചനത്തിൽ ആ ഒരു പദവിയിലേക്ക് വരുന്നത് നമ്മൾ കാണുന്നു. അതൊരു വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഫൗണ്ടേഷനലായിട്ടുള്ള, അടിസ്ഥാനപരമായിട്ടുള്ള സവിശേഷമാകുന്ന പദവിയും അധികാരവുമാണ് കർത്താവിൻ്റെ അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിരുന്നത്. അല്ലാതെ ആ ബ്രോഡർ സെൻസിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വിശാലമാകുന്ന അർത്ഥത്തിൽ അപ്പോസ്തലന്മാരെന്ന് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കാണുന്നു. എന്നാൽ ഇവിടെയും പൗലോസ് തന്നെക്കുറിച്ചുമൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ ആ ബ്രോഡർ സെൻസിലല്ല, ആ ഒരു നാരോ എക്സ്ക്ലൂസീവായിട്ടുള്ള, അല്ലെങ്കിൽ 1-ാമത്തെ നൂറ്റാണ്ടിൽ മാത്രം ഉണ്ടായിരുന്ന സവിശേഷമാകുന്ന അധികാരങ്ങളുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവരായിരുന്നു കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ. ഓഫ് കോഴ്സ് പിന്നീട് സഭയുടെ അപ്പോസ്തലന്മാർ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വിശാലമാകുന്ന നിലയിൽ അപ്പോസ്തലന്മാർ എന്നുള്ള ആ പദം സിംപിളി അതിൻ്റെ അർത്ഥമെന്നുള്ളത് സെൻഡ് ഔട്ട്, അയക്കപ്പെട്ടവനെന്നേ ഉള്ളൂ ആ പദത്തിൻ്റെ അർത്ഥം. എങ്കിലും ക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ എന്നുള്ള ആ പ്രത്യേക പദവിയും അധികാരവും സവിശേഷമാണ് എന്നുള്ള കാര്യം നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മളിന്ന് അല്പം ബ്രീഫായിട്ട് ഈ അപ്പോസ്തലന്മാരെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്പമായിട്ട് ഒന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. സഭയുടെ പാരമ്പര്യത്തിലും അങ്ങനെയുള്ളതാകുന്ന പഠനങ്ങളിലുമൊക്കെ അനേക വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും വലിയ അടിസ്ഥാനങ്ങൾ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അടിസ്ഥാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട്
നമ്മൾ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഒന്നോ രണ്ടോ ചെറിയ റെഫറൻസുകൾ മാത്രം നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞ് പെട്ടെന്ന് മുൻപോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ 12 അപ്പോസ്തലന്മാരെ കുറിച്ചും ഇൻക്ലൂഡിങ് ജൂഡാസ് ഇസ്കരിയോത്ത് അല്ലെങ്കിൽ ഇസ്കരിയോത്താവാകുന്ന യൂദ, ആ മനുഷ്യനെ കുറിച്ചും വേദപുസ്തകം എന്താ പറയുന്നത്? അല്പം ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമുക്കറിയാം, അനേക സഭയുടെ ട്രഡീഷൻസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പാരമ്പര്യങ്ങൾ. ഞാൻ അതിലേക്കൊന്നും അത് എത്രത്തോളം റിലയബിൾ ആണ് എന്നൊന്നും നമുക്കറിയത്തില്ല. റിലയബിൾ ആയിരിക്കാം, അങ്ങനെ സംഭവിച്ചായിരിക്കാം, ഇല്ലായിരിക്കാം, അതൊന്നും നമ്മുടെ വിഷയമല്ല. ഉദാഹരണത്തിന് യോഹന്നാൻ അപ്പോസ്തലനെ തിളച്ച എണ്ണയിലിട്ടു, അവൻ അതിൽ നിന്നും രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള പാരമ്പര്യങ്ങളുണ്ട്. അതൊരു എത്രത്തോളം അത് റിലയബിൾ ആണ് എന്നുള്ളത് നമുക്കറിയില്ല. ആയിരിക്കാം, അങ്ങനെ സംഭവിച്ചാകാം, കാണും. പക്ഷേ യോഹന്നാൻ പത്മോസിൽ കടന്നുപോയ കാര്യവും അതുപോലെ എഫെസോസിലായിരുന്നു തൻ്റെ ബേസെന്നും ഇങ്ങനെയൊക്കെ ഉള്ളതാകുന്ന കാര്യങ്ങൾക്ക് വേദപുസ്തകത്തിൽ ചില തെളിവുകളുണ്ട്. നമ്മൾ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും പോകാതെ ദൈവവചനത്തിൽ അല്പം ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അല്പം കാണുകയുണ്ടായി, പത്രോസ് അപ്പോസ്തലനെ കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളിവിടെ വായിക്കുന്നു. കർത്താവ് തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരെ നമ്മൾ വായിക്കുന്നു. മുകളിൽ നമ്മൾ കണ്ടു, അവർക്ക് അധികാരം കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ പ്രത്യേക അധികാരം കോമണായി അല്ലെങ്കിൽ ദൈവസഭയിൽ ഉണ്ടായിരുന്ന അധികാരങ്ങളല്ല എന്നുള്ളത് നമ്മൾ കണ്ടു. ദൈവസഭയിൽ കൃപാവരങ്ങൾ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. ഇന്നും കൃപാവരങ്ങളുണ്ട്. എന്നാൽ അപ്പോസ്തലന്മാർക്ക് കർത്താവ് കൊടുത്ത അധികാരം കർത്താവിൻ്റെ അധികാരം പോലെ തന്നെയുള്ള അധികാരം ആണ് അവർക്ക് നൽകി. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായിട്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിന് പകരം ദസ് സേത്ത് ദ ലോർഡ്, യഹോവ അല്ലെങ്കിൽ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, ഞാൻ പറയുന്നത് ക്രിസ്തുവിൻ്റെ കൽപ്പനയാകുന്നു എന്നൊക്കെ പറയുവാനുള്ള ആ പ്രത്യേക ഡെലിഗേറ്റഡ് അതോറിറ്റി ലഭിച്ച ഈ ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് വളരെ ഓർഡിനറി ആയിട്ടുള്ള, അവർ വലിയ അസാധാരണമാകുന്ന സിദ്ധികളോ കഴിവുകളോ ഒന്നും ഉണ്ടായിരുന്ന ആളുകൾ അല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. വളരെ ഓർഡിനറി പീപ്പിൾ, വളരെ സാധാരണക്കാരായിട്ടുള്ളവരെയാണ് കർത്താവ് തൻ്റെ കൃപയാൽ ദൈവരാജ്യത്തിൻ്റെ പണിക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവസഭയെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ കർത്താവ് ഉപയോഗിച്ചത്. സൈമൺ പീറ്ററിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ കേട്ടിട്ടുണ്ട്. കർത്താവ് അവനെ വിളിക്കുന്നതും അവൻ്റെ പേര് മാറ്റുന്നതും ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന വിഷയമാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ എന്ന് വേണ്ട പുതിയ നിയമ ലേഖനങ്ങളിലൊക്കെ പത്രോസിനെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പത്രോസിൻ്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു? വളരെ ഇമ്പൾസീവായിട്ടുള്ള, എടുത്ത് ചാടി സംസാരിക്കുന്ന, പെട്ടെന്ന് ഉത്തരം പറയുന്ന, അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനായിട്ടാണ് അപ്പോസ്തലനായ പത്രോസിനെ നമ്മൾ പ്രാരംഭമായിട്ട് കാണുന്നത്. അനേക സന്ദർഭങ്ങളിൽ അവൻ്റെ ആ സ്വഭാവം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവ് അവൻ്റെ ജീവിതത്തിൽ അനുവദിച്ചതാകുന്ന ആ പരാജയങ്ങളും ദൈവം അവനെ കടത്തിവിട്ടതാകുന്ന ആ ടെസ്റ്റുകളുമൊക്കെ അവനെ നിശ്ചയമായിട്ടും മറ്റൊരു മനുഷ്യനാക്കി തീർത്തു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം പത്രോസിൻ്റെ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ ആദ്യം തനിക്കുണ്ടായിരുന്ന ആ അസർട്ടീവായിട്ടുള്ള തൻ്റെ ആ നേച്ചറും ഒന്നും നമ്മൾ അവിടെ കാണുന്നില്ല. എനിവേ,
പത്രോസിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെയധികം കാര്യങ്ങൾ ഒരുപക്ഷെ ഇതിനു മുൻപ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അധികം ആ കാര്യം പറയാതെ ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോട്ടെ. രണ്ടാമതായിട്ട് നമ്മളിവിടെ കാണുന്ന പേര് അവൻ്റെ സഹോദരൻ അന്ത്രയോസ്. ഈ പത്രോസിൻ്റെ സഹോദരനാകുന്ന അന്ത്രയോസിനെ കുറിച്ച് വളരെയധികം റെഫറൻസുകളൊന്നും നമ്മൾ കാണുന്നില്ല. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ ഞാനൊന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മുൻപോട്ട് പോകാം. അതായത് അന്ത്രയോസ് എന്ന് പറയുന്ന പത്രോസിൻ്റെ സഹോദരനാകുന്ന അന്ത്രയോസ് അത്രയധികം ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പത്രോസിൻ്റെ അത്രയും അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ വായിക്കുന്നില്ല. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് പല ട്രഡീഷൻസും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും എത്രത്തോളം റിലയബിൾ ആണ്, അതൊക്കെ നമുക്ക് വിശ്വസിപ്പാൻ കഴിയും എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില റെഫറൻസുകൾ മാത്രം ഒന്ന് പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 13:3 യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 44 വരെയുള്ള വേദഭാഗങ്ങളിലും, യോഹന്നാന്റെ സുവിശേഷം തന്നെ 6:8, 12:22 ഇത്രയും വേദഭാഗങ്ങളിലാണ് അന്ത്രയോസ് എന്ന കർത്താവിൻ്റെ അപ്പോസ്തലനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധേയമാണ്. കാരണം പിൽക്കാലത്ത് വളരെ ഫേമസ് ആയി തീർന്ന പത്രോസിനെ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന വ്യക്തിയായിട്ടാണ് അന്ത്രയോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അന്ത്രയോസിനെ ആ ഒരു കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 35 മുതൽ 44 വരെയുള്ള വേദഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ചിന്തയെന്നുള്ളത് സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ ഗണനീയമാകുന്ന അല്ലെങ്കിൽ നിത്യതയിൽ നിലനിൽക്കുന്ന ഒരു പ്രവൃത്തി, ഒരു ജീവിതം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുൻനിരയിലേക്ക് വരണമെന്നും അറിയപ്പെടുന്നയാളാകണമെന്നും ഒന്നും നിർബന്ധമില്ല. അതാണ് അന്ത്രയോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിച്ചാൽ അത് വേണമെങ്കിൽ ആ വേദഭാഗം ഒന്നെടുത്ത് വായിച്ച് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. യോഹന്നാൻ സ്നാപകന്റെ ഒരു ശിഷ്യന്മാരായിരുന്നു ഇവര് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ 1-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ 40-ാം വാക്യം ഒന്ന് വായിച്ചേ. നോക്കുക, യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ. അപ്പോൾ നോക്കണം, വളരെ ലളിതമാകുന്ന കാര്യമാണ് സുവിശേഷം എന്നുള്ളത്. സുവിശേഷം അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. സുവിശേഷം എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുത്ത് പറയേണ്ട കാര്യവുമല്ല സുവിശേഷം. നമ്മൾ ചിന്തിക്കും നമുക്കിതൊന്നും അറിയത്തില്ല, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നോ, പ്രിയപ്പെട്ടവരെ, സുവിശേഷം എന്നുള്ളത് നമ്മുടെ കഴിവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒന്നാണെങ്കിൽ അതിന് പ്രാപ്തരായി ആരുമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു വ്യക്തിയെ വീണ്ടും ജനനത്തിലേക്ക് അല്ലെ കർത്താവിനെ പിൻപറ്റാനായി നയിപ്പാൻ
നമുക്കെന്നല്ല, ലോകത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനും കഴിയത്തില്ല, ആർക്കും കഴിയത്തില്ല, ഒരു സൈക്കോളജിസ്റ്റിനും കഴിയത്തില്ല. സുവിശേഷം എന്നുള്ളത് സമ്പൂർണമായും അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുള്ള പ്രവർത്തനം കൊണ്ട് മാത്രം സാധിക്കുന്ന ഒന്നാണ്. അല്ലാതെ നമുക്ക് എത്ര അപ്പോളജറ്റിക്കലായിട്ട് കാര്യങ്ങൾ തെളിയിച്ച് സംസാരിപ്പാൻ കഴിയുമെങ്കിലും അതുകൊണ്ടൊന്നും ആരെയും ദൈവരാജ്യത്തെങ്കിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അവിടെ കാണുന്ന ഒരു കാര്യം, ഞാനിത് നേരത്തെ പറഞ്ഞതാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറയട്ടെ. യോഹന്നാൻ സ്നാപകൻ പറയുന്ന ഒരു പദപ്രയോഗം, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന, ഇത്രേ പറഞ്ഞുള്ളൂ. ഇനിയും അവിടെ വേറെ ഒത്തിരി ശിഷ്യന്മാരും ആൾക്കാരും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ കർത്താവിനെ അനുഗമിച്ചത് ആരാ? ഇവർ രണ്ടുപേരേ ഉള്ളൂ. അതിലൊരാൾ അന്ത്രയോസായിരുന്നു. അങ്ങനെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ആ ചെറിയ സ്മോൾ ടെസ്റ്റിമോണി, ചെറിയ ടെസ്റ്റിമോണി, ഇല്ലാത്തതൊന്നും പറഞ്ഞില്ല. ഇന്ന് കൺവെൻഷൻ സ്റ്റേജുകളിൽ മുഴങ്ങിക്കേൾക്കുന്നത് പോലെ ദൈവനാമ മഹത്വത്തിനായി ഞാൻ പറയട്ടെ എന്നൊന്നും പറഞ്ഞില്ല. അതിശയോക്തി കലർന്ന പ്രസ്താവങ്ങളും, ഞാൻ അതായിരുന്നു, ഞാൻ ഇതായിരുന്നു, ഞാൻ മറ്റേത്, അതൊന്നും പറഞ്ഞില്ല. The gospel is so simple. സുവിശേഷം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. അത് ലാളിത്യമുള്ളതാ. അതിന് വലിയ അറിവും പഠിപ്പിൻ്റെ ആവശ്യമില്ല. അത് നല്ലത് തന്നെ, നല്ലത് തന്നെയാണ്. പക്ഷെ എല്ലാ സംശയങ്ങളും ഒക്കെ ദൂരീകരിച്ചൊന്നും ആരും ആരെയും സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുവരത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ ഒക്കത്തില്ല. നമ്മുടെ നിർബന്ധം കൊണ്ട് ഒരാളെ വേണേ സഭയെ കൊണ്ടുവരാൻ പറ്റും, ഒരാളെ വേണേ വെള്ളത്തിൽ മുക്കിയെടുക്കാൻ പറ്റും, അതിനൊക്കെ കഴിയും. പക്ഷെങ്കിൽ വീണ്ടും ജനിക്കണമെങ്കിൽ സ്വർഗം കനിയണം. അത് വളരെ വ്യക്തമാകുന്നൊരു കാര്യമാണ്. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ യോഹന്നാൻ സ്നാപകൻ പറയുന്ന വാക്ക് കേട്ട് രണ്ടുപേര് വരുന്നു. അതിലൊരാൾ അന്ത്രയോസായിരുന്നു. അവൻ ചെയ്ത ഒരേ ഒരു പ്രവൃത്തി നമ്മൾ അവിടെ വായിക്കുന്നേ, തൻ്റെ സഹോദരനാകുന്ന ആരെ കണ്ടു? പത്രോസിനെ കണ്ടു. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ കാര്യമാണ്. നമ്മൾ ലോകം മുഴുവൻ ഒന്നും നേടിയില്ലെങ്കിലും നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളോട് നമ്മൾ പറയുന്ന, നമ്മുടെ ഹസ്ബൻഡ് ഓർ വൈഫ്, നമ്മൾ പറയുന്നത് സത്യമാണെന്ന് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ജീവിതമുണ്ട്. അതാ ഏറ്റവും നല്ലത്. ഒരിക്കൽ ഒരാളെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വൈഫ്, ഐ വിൽ ലീവ് എവറിഥിങ് അൺനെയിംഡ് സോ ദാറ്റ് യു വിൽ നെവർ അണ്ടർസ്റ്റാൻഡ്, എവിടെ എന്താണെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഒരാൾ പറഞ്ഞത്, ആ പ്രിയപ്പെട്ടവൻ എല്ലാവരോടും ഭയങ്കര സുവിശേഷ പ്രവർത്തനവും ഭയങ്കര കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ തൻ്റെ സഹധർമ്മിണി കർത്താവിനെ അറിഞ്ഞിട്ടില്ല. പുള്ളിക്കാരി പറയുന്ന ഒരേ ഒരു കാര്യം, നിങ്ങളുടെ അടുത്തൊക്കെ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാകും, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ വേറെ ആളാ. വാട്ട് ഈസ് ദ യൂസ്? അപ്പോൾ അത്രയും പറഞ്ഞ് ഞാനങ്ങ് വിടട്ടെ. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ആ അന്ത്രയോസ് എന്ന മനുഷ്യൻ്റെ ആ ഇൻറ്റഗ്രിറ്റി നമ്മൾ ശ്രദ്ധിക്കണം. ഹി കുഡ് ബി ടേക്കൺ ഫോർ ഹിസ് വേർഡ് എന്ന് പത്രോസിന് മനസ്സിലാകത്തക്ക ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹം ചെന്ന് പറഞ്ഞപ്പം അത് കേട്ടുകൊണ്ട് പത്രോസ് കർത്താവിനെ അനുഗമിപ്പാനായിട്ട് വരുന്നു. പിന്നെയും നമ്മൾ കാണുന്നുണ്ട്, താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, വന്ന് കാണുക.
ഫിലിപ്പോസ് പറയുന്നൊരു വാക്കുണ്ട്. അദ്ദേഹം ഷെയർ ചെയ്ത സുവിശേഷം എന്താ? വന്ന് കാണുക, വേറെ ഒന്നും പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, അതൊക്കെ കേട്ടിട്ട് കർത്താവിനെ അനുഗമിപ്പാനായിട്ട് ചിലര് ഇറങ്ങി പുറപ്പെടാൻ ഇടയായി തീർന്നത് നമ്മുടെ കഴിവുകൊണ്ടോ അവരുടെ കഴിവുകൊണ്ടോ അല്ല, ദൈവം ക്രിയ ചെയ്തതുകൊണ്ടാണ്. ദൈവം ക്രിയ ചെയ്തതുകൊണ്ടാണ്. ദൈവം ക്രിയ ചെയ്യാതെ ഒരു ജഡത്തിനും രക്ഷപ്പെടാൻ പറ്റുകയില്ല. കാരണം രക്ഷ യഹോവയ്ക്കുള്ളതാ. അത് നമ്മൾ മനസ്സിലാക്കണം, വളരെ വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് നമ്മൾ അനേകർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതായിരിക്കണം ആദ്യത്തെ സ്റ്റെപ്പ്. വെറുതെ സുവിശേഷം 4 പേരോട് പറയുന്നത് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഓഫ് കോഴ്സ് നല്ല കാര്യം തന്നെ. ഞാൻ അതിൻ്റെ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് രണ്ടും ഒന്നൊന്നിന് പകരം വെക്കുന്ന വിഷയമല്ലെങ്കിൽ പോലും ഞാനൊന്ന് പറയട്ടെ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ആത്മഭാരത്തോടെ സോ ആൻഡ് സോ ഇന്നാൾക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. ദൈവം ആ വ്യക്തിയുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തട്ടെ. എന്നിട്ട് ദൈവം തരുന്ന വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ ചെന്നങ്ങ് പറ. ലീവ് എവറിഥിങ് ടു ഗോഡ്. കാരണം ദൈവമാണ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത്. ദൈവം പ്രവർത്തിച്ചല്ലാതെ ആർക്കും രക്ഷപ്പെടാൻ കഴിയത്തില്ല ഇവിടെ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് വലിയ സ്ഥാനവും മാനവും കഴിവും ഒന്നും ആവശ്യമില്ല. സ്വർഗരാജ്യത്തിൽ നിത്യതയിൽ നിലനിൽക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ ദൈവം നമ്മളെ ആക്കിയെടുത്ത് വിശ്വസ്തരായിട്ട് അങ്ങ് നിന്നേച്ചാൽ മതി. ഇത് വേദപുസ്തകത്തിൽ നിന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു. ഇനിയും ക്രിസ്തു സഭയുടെ ചരിത്രത്തിൽ നിന്ന് ഒരു തെളിവ് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുക. C.H. സ്പർജൻ എന്ന് പറയുന്ന ആളെ കുറിച്ച് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടല്ലേ? കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ പ്രസംഗകനായിരുന്നു, നല്ലൊരു ഒറേറ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോൺഗ്രിഗേഷനിൽ ആയിരക്കണക്കിന് പേരായിരുന്നു. ഒന്നിലധികം സർവീസുകളായിരുന്നു ഒരു ദിവസം ഉണ്ടായിരുന്നത്, ദൈവവചനം കേൾക്കാനായിട്ട് വരുന്നത്. എന്നാൽ ആ മനുഷ്യനെ കർത്താവിലേക്ക് നയിച്ചാരെന്നറിയോ? ഒരു പ്രസംഗപാഠവുമില്ലാത്ത ഒരു സാധാരണ ശുശ്രൂഷകൻ വളരെ വിശ്വസ്തയോടെ ദൈവം അവനെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തതുകൊണ്ടാണ്. അതായത് ഒരു പാസ്റ്റർ ഒരു കൺട്രി, ഇംഗ്ലണ്ടിൽ ഒരു കൺട്രി സൈഡിലുള്ള എന്ന് വെച്ചാൽ ഒരു ഗ്രാമപ്രദേശത്തുള്ള ചർച്ചിൽ ഇതുപോലെ ഇടദിവസത്തെ ഒരു കൂട്ടായ്മ, വൈകുന്നേരത്തെ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ അന്ന് മഞ്ഞൊക്കെ വീണതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒന്നും അവിടെ ചെല്ലാൻ കഴിഞ്ഞില്ല. ഈ മനുഷ്യൻ വന്നു, കൃത്യസമയത്ത് വന്നു, മീറ്റിംഗ് തുടങ്ങി. ഈ പാസ്റ്റർ അദ്ദേഹം പ്രാർത്ഥിച്ചു, പാട്ടുപാടി, പതിവ് പോലെ വചന ശുശ്രൂഷ തോന്നി. കാലി ചെയറുകളാ. പക്ഷെ അദ്ദേഹം അത് ചെയ്തു. ആ സമയത്താണ് ഈ മഞ്ഞ് വീഴ്ച കാരണം ആ വഴിയെ പോയ സ്പർജൻ ഈ ചർച്ചിൻ്റെ ഈ ഹാളിൻ്റെ ആ കെട്ടിടത്തിൻ്റെ വരാന്തയിലോട്ട് കയറുന്നു. വരാന്തയിലോട്ട് കയറുന്നപ്പോഴാണ് അകത്ത് ഭയങ്കര തകർത്തുള്ള പ്രസംഗം നടക്കുക. അതെന്താണെന്ന് കാണാൻ വേണ്ടി അകത്തോട്ട് കയറിയതാണ് സ്പർജൻ. ആ ദിവസമാണ് ഈ മനുഷ്യൻ മാനസാന്തരപ്പെടുന്നത്. നോക്കിയേ, പിന്നീട് അദ്ദേഹം വലിയ പ്രസംഗകനായി തീർന്നു. പക്ഷെങ്കിൽ ആര് നിമിത്തമാ? ഒരു അൺനോണായിട്ടുള്ളൊരു മനുഷ്യൻ, ആരും അറിയാത്തൊരു മനുഷ്യൻ ദൈവം അയാളെ ഏൽപ്പിച്ച കാര്യം വിശ്വസ്തയോടെ കർത്താവിനെന്നതുപോലെ ചെയ്തു. അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും അറിയത്തില്ല. അതാണ് നോക്കി. അപ്പോൾ നിത്യതയിൽ എന്തോ ഒരു വിലയുള്ളൊരു പ്രവൃത്തിയായിരിക്കും അത്. നോക്കി, ഞാനതാ പറഞ്ഞത്, നമുക്ക് വലിയ പേരും പെരുമേൻ്റെ ഒന്നും ആവശ്യമില്ല. അതില്ലാതെ തന്നെ ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഇടത്ത് നമ്മൾ വിശ്വസ്തയോടെ നമ്മളെ ആക്കിയിരിക്കുന്ന ആ പൊസിഷനിൽ നമ്മൾ വിശ്വസ്തരായിരിക്കാമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് പറ്റത്തില്ല, ദൈവത്തിന് കഴിയും. അതാണ് അന്ത്രയോസിൻ്റെ ആ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത പ്രിയപ്പെട്ടവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് സെബദിയുടെ മകൻ യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ. ഈ സെബദിയുടെ
മകൻ യാക്കോബ് എന്ന് പറയുന്ന ആ മനുഷ്യനാണ് അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ആദ്യം രക്തസാക്ഷിയായി തീർന്ന മനുഷ്യന്. അദ്ദേഹത്തെക്കുറിച്ചാണ് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യാക്കോബാണ് സെബദിയുടെ പുത്രന്മാരിൽ മൂത്തവന് ആണെന്ന് നമുക്ക്, കാരണം അദ്ദേഹത്തിൻ്റെ പേര് ആദ്യം എഴുതിയിരിക്കുന്നുണ്ട്, അദ്ദേഹം ഓൾഡർ ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ സെബദി മക്കൾ എന്നറിയപ്പെടുന്ന ഇവർക്ക്, ഈ പത്രോസിന് കർത്താവ് ഒരു പേരിട്ട് നമുക്കറിയാം. എന്തായിരുന്നു പേരെന്നറിയാമോ? ശീമോനിട്ട പേര് കേഫാവ്. കേഫാവ് എന്ന് പറയുന്നത് അരാമ്യ ഭാഷയിലാണ് കേഫാവ്. ഗ്രീക്കിൻ്റെ ഫോമാണ് പീറ്റർ എന്നുള്ളത്. ആകട്ടെ, ഈ സബദി മക്കൾക്ക് കർത്താവ് ഒരു പേരിട്ടു. എന്നാന്നറിയാമോ? ഇടിമക്കളെന്ന. ഇടിമക്കൾ, സൺസ് ഓഫ് തണ്ടർ. എനിക്ക് തോന്നുന്നത് അവരുടെ ആ നേച്ചറിനോട് ചേർന്ന ഒരു പേരായിരുന്നു, സൺസ് ഓഫ് തണ്ടർ എന്ന്. കാരണം അവരുടെ എല്ലാം, നമ്മൾ അവരെക്കുറിച്ച് കാണുന്ന ചുരുക്കം ചില റെഫറൻസുകളിൽ അവർ വെട്ടൊന്ന് മുറി രണ്ടെന്നുള്ള ഒരു കാര്യമൊക്കെ ആയിരുന്നു ആദ്യം. വിശേഷിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ ഇവരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. എന്നാൽ ഇവരെക്കുറിച്ച് ഈ സെബദി മക്കൾ എന്ന് പറയുന്ന, സെബദി എന്ന് പറയുന്ന ഇവരുടെ അപ്പൻ്റെ പേരാ. അവര് വളരെ നല്ല നിലയിൽ ഈ മീൻപിടുത്ത ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. കാരണം അവർക്ക്, നമ്മൾ വായിക്കുന്നത്, അവർക്ക് സ്വന്തമായിട്ട് വള്ളവും വലയും മാത്രമല്ല അതിൽ ജോലിക്കാരും ഉണ്ടായിരുന്നെന്ന് നമ്മൾ വായിക്കുന്നത്, അല്ലേ? നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട് വള്ളവും വലയും ആ പണി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെയും, ഹയേർഡ് ഹാൻഡ്സ്. അപ്പോൾ അതൊക്കെ അഫോർഡ് ചെയ്യാൻ കഴിയുന്ന നിലയിൽ ഒരുവിധം ഭേദപ്പെട്ട ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ് ഇവരെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരു പക്ഷേ അതുകൊണ്ടാകാം യേശു കർത്താവിനെ വിസ്തരിപ്പാനായിട്ട് ഈ മഹാപുരോഹിതൻ്റെ വീട്ടിൽ അതിൻ്റെ അകത്തുവരെ ചെല്ലാനുള്ളതാകുന്നൊരു ആക്സസ് ആർക്കുണ്ടായിരുന്നെന്നറിയാമോ? യോഹന്നാനുണ്ടായിരുന്നു. കാരണം യോഹന്നാനാണ് പിന്നീട് അവിടെ നിന്ന വാതിലിൽ നിന്ന ആളിനോട് പറഞ്ഞ് പത്രോസിനെയൊക്കെ അകത്ത് കൊണ്ടുപോകുന്നത്. മാത്രമല്ല പിന്നീട് നമ്മൾ കാണുന്നുണ്ട് കർത്താവിൻ്റെ ക്രൂശിൻ്റെ അരികിൽ എല്ലാ ശിഷ്യന്മാരും കർത്താവിനെ വിട്ട് ഓടിപ്പോയി, ആരും അവിടെ കാണുന്നില്ല. ക്രൂശിൻ്റെ അരികിൽ നിൽക്കുന്ന ഒരേ ഒരു ശിഷ്യനെ ഉള്ളായിരുന്നു. ആരെന്നറിയാമോ? യോഹന്നാൻ. അപ്പോൾ ഈ സബദി മക്കൾ എന്നറിയപ്പെടുന്ന യാക്കോബും യോഹന്നാനും ഇവരുടെ അമ്മയും കർത്താവിനെ അനുഗമിക്കുകയും കർത്താവിനെയും ശിഷ്യന്മാരെയും ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരു വനിതയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പക്ഷേ അവരുടെ പേര് ശലോമെ എന്നാകാം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഈ റെഫറൻസുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 55-56 വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 15-40, അതുപോലെ മർക്കോസിൻ്റെ സുവിശേഷം 16-1. ഈ വേദഭാഗങ്ങൾ ചേർത്ത് വായിച്ചാൽ ഇവരുടെ മാതാവിനെ കുറിച്ച് ഉള്ള ഒരു ഐഡിയയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവർ വന്ന് കർത്താവിനോട് അപേക്ഷിക്കുന്ന ഒരു അപേക്ഷ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്വർഗരാജ്യത്തിൽ കർത്താവെ, മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 20ഉം 21ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20. അന്ന് സബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി യേശുവിൻ്റെ അടുക്കെ വന്ന് നമസ്കരിച്ച് അവനോട് അപേക്ഷ കഴിച്ചു. നിനക്ക് എന്ത് വേണമെന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, ഈ എൻ്റെ പുത്രന്മാർ 20 നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും
ഒരുത്തൻ നിന്റെ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. നോക്കണം, അവള് ഒന്നും അതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ലാതാണ് കർത്താവിനോട് അപേക്ഷിക്കുന്നതെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. കാരണം ശിഷ്യന്മാരെല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്നത് ഐഹികമാകുന്ന ഒരു രാജ്യത്തെക്കുറിച്ചായിരുന്നു. കാരണം ഇസ്രായേലിന് രാജ്യം ഈ കാലത്താണോ അവിടുന്ന് യഥാസ്ഥാനപ്പെടുന്നത് എന്ന് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം പോലും ശിഷ്യന്മാര് ചോദിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് അതിനു മുൻപ് അനേക പ്രാവശ്യം പറയുന്നുണ്ട്, എൻ്റെ രാജ്യം എന്തല്ല, ഐഹികമല്ല. ഇതൊക്കെ കർത്താവ് പറഞ്ഞെങ്കിലും ഇതൊന്നും ഇവർക്ക് മനസ്സിലായില്ല. അതൊന്നും മനസ്സിലായില്ല. അവരെല്ലാം കണ്ടത് എല്ലാം ആ ഭൗതികമാകുന്ന വെളിച്ചത്തിലാണ് എല്ലാ കാര്യങ്ങളും കണ്ടത്. അതുകൊണ്ടാണ് അവർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരുത്തൻ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാനായിട്ട് അരുളി ചെയ്യണം. എന്നാൽ കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വർഗരാജ്യത്തിൻ്റെ ആ എക്കണോമിയിൽ കാര്യങ്ങൾ ലഭിക്കുന്നത് പ്രത്യേക സ്ഥാനവും മാനവും വെച്ചിട്ടൊന്നും അല്ല. അതെല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപയാല. അതായത് നമ്മൾ താഴോട്ട് വായിക്കുന്നത്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതേ എന്ന് നിങ്ങൾ അറിയുന്നില്ല, ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾ കഴിയുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, കഴിയും. ഒന്നും അറിയാതായി പറയുന്നേ. അവൻ അവരോട്, എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം, എങ്കിലും എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എൻ്റേതല്ല, എൻ്റെ പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും. അപ്പോൾ അബ്സല്യൂട്ട്ലി ഓൺ ദ ഗ്രേസ് ഓഫ് ഗോഡ്, മെറിറ്റ് അല്ല കാര്യം. ഏതേലും ആ മെറിറ്റ് അല്ല വിഷയം. ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നമുക്കറിയാം, ഇവര് ആ ഒരു പ്രതീക്ഷയിൽ ഇതൊക്കെ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തില് അതിൻ്റെ 51 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ആ ഒറിജിനലി ഇവരെന്തായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം അല്പം കാശുമൊക്കെ ഉള്ള വീട്ടിൽ നിന്നാണ് ഇവർ വരുന്നത്. മഹാപുരോഹിതന്മാരുമായിട്ടൊക്കെ ആക്സസ് ഒക്കെ ഉണ്ടായിരുന്നവരാണ് ഇവർ. ആ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇവരുടെ പേര് കർത്താവ് ഇട്ടത് ഇടിമക്കൾ, സൺസ് ഓഫ് തണ്ടർ. ഒരു പക്ഷേ എന്തുകൊണ്ടാണ് കർത്താവ് ഇവരെ അങ്ങനെ പേര് വിളിച്ചതെന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. യേശു കർത്താവിന് യെരുശലേമിലേക്ക് പോകാനായിട്ട് ശമരിയയിൽ കൂടെ പെട്ടെന്ന് പോകണം. പക്ഷേ ശമര്യക്കാരെന്നെ പറഞ്ഞു, ഇതിലേ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പത്രോസ് യോഹന്നാനൊക്കെ പറഞ്ഞു, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ അവരുടെ മേലെ തീ ഇറക്കാൻ നിനക്ക് സമ്മതമാണോ? എങ്കിൽ ഞങ്ങളിപ്പോൾ ഇറക്കിയേക്കാം, നീ ഒന്ന് സമ്മതിച്ചേച്ചാൽ മതി ഞങ്ങൾ. അപ്പം കർത്താവ് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഏത് ആത്മാവിനാലാ പറയുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഇത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് പെന്തക്കോസ്തിന് മുൻപാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. പെന്തക്കോസ്തിന് മുൻപാ. എന്നാൽ പെന്തക്കോസ്തിന് ശേഷം ആത്മാവ് വന്നു കഴിഞ്ഞപ്പം കാഴ്ചപ്പാടെല്ലാം മാറി. ഭൗതിക രാജ്യത്തിൽ കർത്താവിന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ ആഗ്രഹിച്ച ഒരുവൻ കഴുത്ത് ശിരസറ്റ് മരിക്കാൻ അവൻ എന്തായിരുന്നു? തയ്യാറായിരുന്നു. അവിടെയും അവനെന്ത് ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വാസ്തവമായി ഉള്ളിൽ വന്നാൽ
ഈ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടേ മാറും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ യോഹന്നാൻ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്തുവാ? അദ്ദേഹത്തിൻ്റെ അതിൻ്റെ കാഴ്ചപ്പാട് ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവൻ. പിന്നെ ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ, പിന്നെ ദൈവത്തിങ്കിൽ നിന്നുള്ളതൊക്കെയും എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇവരെ ഇടിമക്കളാണ്, ഇവരുടെ സ്വഭാവം അതായിരുന്നു. ഇതെല്ലാം കണ്ടോണ്ട കർത്താവിനെ വിളിച്ചത്. ഇതെല്ലാം മനസ്സിലാക്കി തന്നെ ഇവരാരാന്നു എന്താണെന്നും ഒക്കെ കർത്താവിനറിയാം. അവരുടെ പ്രത്യേക കഴിവ് കണ്ടിട്ടൊന്നും അല്ല അവരെ വിളിച്ചത്. നമ്മളത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വിളിയെന്നുള്ളത് പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടല്ല. നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ പൗലോസിന് ആ കഴിവുണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് അവൻ്റെ കഴിവുകൾ, അവന് ലഭിച്ച സാഹചര്യങ്ങൾ അവന് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യം. പക്ഷെ അതൊന്നും അല്ല കർത്താവ് വിളിച്ചതിൻ്റെ അടിസ്ഥാനം. പ്രിയപ്പെട്ടവരെ, കർത്താവിനറിയാം അവരെ എന്തോ ആക്കി തീർക്കാൻ പറ്റുമെന്ന് കർത്താവിന് അറിയാം. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പം പിന്നെ വലത്തും ഇടത്തും സിംഹാസനത്തിലിരിക്കുന്ന ഒന്നുമല്ല വിഷയം, അധികാരം പ്രാപിക്കുന്നതും ഒന്നുമല്ല വിഷയം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുകയും ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയും സഭയിലെ അധികാരവും ലോകത്തിലെ അധികാരത്തിൻ്റെയും പുറകിലാ പോകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം യു ഡു നോട്ട് ഹാവ് ദ ഹോളി സ്പിരിറ്റ്. You are not led by the Holy Spirit. അല്ലേ? Truly, if I am led by the Spirit, എൻ്റെ സ്വഭാവം മാറും. ഇന്ന് പലരും പറയുന്നതെന്നറിയാമോ, സഭയിൽ വലിയ എനിക്ക് അധികാരം തന്നു ആത്മാവൊന്നും അങ്ങനെ പറയുകയില്ല. അത് നിന്റെ ആത്മാവായിരിക്കും പറഞ്ഞേ, പരിശുദ്ധാത്മാവ് പറയുകയില്ല. അതെനിക്ക് 100% ഉറപ്പാ. ഈ പുസ്തകത്തിൽ ഞാൻ കാണുന്ന പരിശുദ്ധാത്മാവ് അത് പറയുകയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഇടത്തും വലത്തും സിംഹാസനത്തിൽ ഇരിക്കാൻ ആഗ്രഹിച്ചവര് പറയുകയാണ്, ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഒരു കൂട്ടുമൂപ്പനാകുന്ന ഞാൻ, മാത്രമല്ല നിങ്ങളുടെ സഹോദരനാകുന്ന ഞാൻ എന്നൊക്കെ തന്നെ റൈറ്റ് റെവറൻറ്റ് സോ ആൻഡ് സോ എന്നൊന്നും അല്ല താൻ പറയുന്നത്. അപ്പോസ്റ്റൽ, ഡോക്ടർ, റെവറൻറ്റ് യോഹന്നാൻ സബദി എന്നൊന്നും അല്ല പറയുന്നത്, നിങ്ങളുടെ സഹോദരൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നോക്കിയ ഈ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അവരുടെ കാഴ്ച, കർത്താവ് ആ ശിഷ്യന്മാരെ പണിതപ്പോൾ അവരെന്തായി തീർന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നോക്കുക, ലോകത്തിലെ വലിയ സ്ഥാനം ആഗ്രഹിച്ച ഒരുവൻ ഇപ്പൊ പറയുകയാണ്, ലോകവും അതിൻ്റെ മോഹമൊക്കെ ഒഴിഞ്ഞു പോകുന്നതാ, അതുകൊണ്ട് ദൈവേഷ്ടം ചെയ്യുന്നവരാ എന്നേക്കും ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ദൈവേഷ്ടം ചെയ്യാം. നോക്കിയേ, ആ ഒരു കാര്യം. അപ്പോൾ ഇറ്റ് ഈസ് വർക്ക് ഇൻ പ്രോഗ്രസ്. പിന്നെ അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് പറയാൻ സമയമില്ലെങ്കിലും പെട്ടെന്ന് മുൻപോട്ട്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് അവൻ്റെ സഹോദരൻ യോഹന്നാൻ. പിന്നെ അടുത്തത് ഫിലിപ്പോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതും യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലാണ്. അതിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ തൊട്ടാണ് ഈ ഫിലിപ്പോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അദ്ദേഹവും യോഹന്നാൻ്റെ അല്ലെങ്കിൽ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിട്ട് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അദ്ദേഹവും ബെത്സൈദക്കാരനാണ്. പത്രോസിനെ പോലെയും അന്ത്രയോസിനെ പോലെയും ബെത്സൈദക്കാരനാകുന്ന ഒരുവനായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 7 വരെയും 12-ാം അധ്യായം 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലും 14-ാം അധ്യായം 8 മുതൽ
14 വരെയുള്ള വേദഭാഗത്തും ഫിലിപ്പോസിനെ കുറിച്ച് നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. നോക്കുക, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആ മനുഷ്യനെ കുറിച്ച്, അതായത് അദ്ദേഹം നഥനയേലിനോട് പറയുന്ന വാക്കുകളാണ് നമ്മൾ വായിക്കുന്നത്. കം ആൻഡ് സീ, വന്ന് കാണുക എന്ന് മാത്രം പറഞ്ഞു. ആകട്ടെ, അടുത്തതായിട്ട് നഥനയേൽ എന്ന് പറയുന്ന അപ്പോസ്തലൻ, അല്ലെങ്കിൽ ഇവിടെ ബർത്തലോമായി, ഈ ബർത്തലോമായി എന്നുള്ള മനുഷ്യനാണ് നഥനയേൽ. അതിന് ചില തെളിവുകൾ ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ബർത്തലോമായി എന്ന പേരിൻ്റെ അർത്ഥം സൺ ഓഫ് തോൽമായി എന്നാണ്. ബാർ തോലാമായി, സൺ ഓഫ് തോൽമായി, അല്ലെങ്കിൽ തോൽമായുടെ പുത്രൻ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 2 വാക്യത്തിൽ ഇദ്ദേഹത്തെ നമ്മൾ വീണ്ടും കാണും. മാത്രമല്ല, ഫിലിപ്പോസാണ് ഇദ്ദേഹത്തെ കർത്താവിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഫിലിപ്പോസും ബർത്തലോമായും ചേർത്താണ് എല്ലായിടത്തും നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പൊതുവെ ചിന്തിക്കുന്നത് ഈ നഥനയേലിൻ്റെ മറ്റൊരു പേരാണ്, അല്ലെ? ബർത്തലോമായി, നഥനയേൽ, ഈ 2 പേരും ഒരാളാണ്, ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ വേദഭാഗങ്ങൾ നിങ്ങൾ ചേർത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ മനുഷ്യനെക്കുറിച്ച് കർത്താവ് കമൻ്റ് ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം ഇവൻ സാക്ഷാൽ ഇസ്രയേലിയൻ, ഇവനിലൊരു കപടവുമില്ല. അപ്പോൾ എന്നെ എങ്ങനെ അറിയുമെന്ന് കർത്താവിനോട് അവൻ ചോദിക്കുമ്പോൾ, നീ അത്തിയുടെ കീഴിൽ ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപേ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു. അത് മാത്രമല്ല, അവൻ്റെ മനസ്സിൽ എന്തായിരിക്കുന്നതെന്നുള്ളതും കർത്താവ് കണ്ടു, എല്ലാം അറിഞ്ഞു. കാരണം അവൻ പറയുന്നൊരു കാര്യമുണ്ട്, നസ്രയത്തിൽ നിന്നും വല്ല നന്മയും വരും. അവൻ തന്നെ നസ്രയത്തുകാരനാണ്, പക്ഷെങ്കിൽ അവൻ പറയുക അവിടെ നിന്ന് ഒരു നന്മയും വരികയില്ല എന്നൊക്കെ പറയുന്ന ആ മനുഷ്യനെ കർത്താവ് വിളിക്കുന്നു, തൻ്റെ അപ്പോസ്തലനാക്കുന്നു. ഇതെല്ലാം എഗെയിൻ ആൻഡ് എഗെയിൻ കർത്താവ് വിളിച്ച ഈ അപ്പോസ്തലന്മാരെല്ലാം അവരിൽ തന്നെ എന്തെങ്കിലും കഴിവുണ്ടായിട്ടല്ല, കർത്താവിൻ്റെ ആ കൃപയാലാണ് ദൈവം അവരെ വിളിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നത് തോമസ് എന്ന് പറയുന്ന ആ ശിഷ്യനെ കുറിച്ചാണ്. തോമസിനെ കുറിച്ച് അദ്ദേഹത്തിന് വേറൊരു പേരൂടുണ്ട്. ആ പേരെന്താണെന്നറിയാമോ? ദിദിമോസ്. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 16 വാക്യവും 21:2 നമ്മളത് വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11:16, 14:5, 20:24 മുതൽ 29 വരെയുള്ള വേദഭാഗങ്ങളിൽ ഇദ്ദേഹത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തോമസ് എന്ന് പറയുന്ന അപ്പോസ്തലനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ എന്താ വരുന്നേ? സംശയിക്കുന്ന തോമസ്. പക്ഷെങ്കിൽ കാരണം മനുഷ്യരുടെ മനസ്സിൽ അതേ വരത്തുള്ളൂ, കാരണം അദ്ദേഹം സംശയിച്ചു. എന്നാൽ ഈ മനുഷ്യൻ്റെ ധൈര്യത്തെക്കുറിച്ചും യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം 11 അധ്യായത്തിൽ യഹൂദന്മാർ കർത്താവിനെ കൊല്ലാനിരിക്കുക. അപ്പോൾ ലാസറിൻ്റെ മരണം കർത്താവ്, അല്ലെങ്കിൽ ലാസറിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞപ്പം ശിഷ്യന്മാർ പറഞ്ഞു, യഹൂദന്മാർ ഇപ്പം തന്നെ നിന്നെ കൊല്ലാനിരിക്കുക, നീ യഹൂദയിലോട്ട് എന്തിനാ പോകുന്നത്? ഉടനെ തോമസ് പറയുന്ന ഒരു വാക്കുണ്ട്, നമുക്കും അവൻ്റെ കൂടെ പോകാം, മരിക്കാൻ വേണ്ടിയിട്ട് പോകാം, കർത്താവിൻ്റെ കൂടെ അങ്ങ് പോകാം. എന്നാൽ ഇതിനേക്കാളൊക്കെ ഏറ്റവും മറ്റു ശിഷ്യന്മാരൊന്നും പറയാത്ത ഒരു കാര്യം തോമസ് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. 20 അധ്യായം അതിൻ്റെ 28 വാക്യത്തിലാണ്. എന്താണെന്നറിയാമോ? യേശുവിനെ ദൈവമെന്ന് സംബോധന ചെയ്ത
ഒരു ശിഷ്യനായിട്ടാണ് തോമസ് അപ്പോസ്തലനെ നമ്മൾ വായിക്കുന്നത്. അവിടെ കർത്താവിനോട് പറയുന്ന ഒരു കാര്യം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. അപ്പോൾ കർത്താവ് പറയുന്നില്ല നീ തെറ്റാ പറഞ്ഞെന്ന്, അങ്ങനെയൊന്നും അല്ല പറഞ്ഞേ. അത് കർത്താവ് അംഗീകരിക്കുകയായിരുന്നു. അതൊക്കെ കർത്താവിനെ കുറിച്ചുള്ളതാകുന്ന ദൈവത്വത്തെക്കുറിച്ചുള്ളതാകുന്ന തെളിവുകളാണ്. എനിവേ, ആ കാര്യം നമുക്കറിയില്ല. ഈ തോമസ് അപ്പോസ്തലനെ കുറിച്ച് പൊതുവെ ചിന്തിക്കുന്നത് അദ്ദേഹം ഇന്ത്യയിലേക്ക് കടന്നു വന്നെന്നും സെൻറ് തോമസ് മൗണ്ടിൽ അദ്ദേഹം മരിച്ചെന്നൊക്കെയുള്ള ട്രഡീഷൻസ് ഉണ്ട്. പക്ഷേ അതിനൊന്നും എത്രത്തോളം അത് റിലയബിൾ ആണ് എന്നുള്ളത് നമുക്ക് അറിയില്ല. ഒരു കാര്യം ശരിയാണ്, ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ വളരെ ഏർലിയായിട്ട് സുവിശേഷം വന്നിരുന്നു എന്നുള്ളതിന് ചരിത്രപരമാകുന്ന ആർക്കിയോളജിക്കലായിട്ടുള്ള തെളിവുകളുണ്ട്. വിശേഷിച്ച് മൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനമുള്ള ചില ചരിത്രപരമാകുന്ന തെളിവുകൾ ഇന്നും അവശേഷിക്കുന്നുണ്ട്. ചെമ്പ് പാളിയിൽ മത്തായി സുവിശേഷത്തിൻ്റെ ഒരു ഭാഗം കൊത്തിയിരിക്കുന്നത് അത് നാട്ടിലെവിടെയോ ഒരു പള്ളിയിലുണ്ട്. ഇപ്പോഴും അത് പ്രിസർവ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ആ സമയം തൊട്ട് സുവിശേഷം ഉണ്ടായിരുന്നതിൻ്റെ തെളിവുണ്ട്. എന്നാൽ തോമസ് ഇന്ത്യയിൽ വന്നോ ഇല്ലയോ എന്നുള്ളത് ഒന്നും ഈ പാരമ്പര്യം പറയുന്നുണ്ട് എന്നുള്ളതല്ലാതെ ആർക്കിയോളജിക്കലായിട്ടൊന്നും വലിയ തെളിവുകളില്ല. കത്തോലിക്ക സഭ പിന്നെ ഓരോ തിരുശേഷിപ്പുകളൊക്കെ പലയിടത്തും വെച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും അവർ വെച്ചിട്ടുണ്ട്. അതൊന്നും വിശ്വസനീയമായ കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളത് നമുക്കറിയാം. എന്തിനേറെ റിലയബിളായിട്ടുള്ള സഭാചരിത്രങ്ങളിൽ പോലും ഇന്ത്യയുടെ സഭാചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു അധ്യായം അത് പൊതുവെ ഇങ്ങനെയായിരിക്കും, ട്രഡീഷൻ ഓഫ് സെൻറ് തോമസ് എന്ന. ട്രഡീഷൻ ഓഫ് സെൻറ് തോമസ്, സെൻറ് തോമസിനെ കുറിച്ചുള്ളതാകുന്ന പാരമ്പര്യം, ചരിത്രമല്ല പാരമ്പര്യം. അപ്പോൾ അതുകൊണ്ട് അതെത്രത്തോളം നമുക്കറിയില്ല, വന്നു കാണും, ഇല്ലായിരിക്കാം, അതൊന്നും നമ്മുടെ വിഷയമല്ല. എനിവേ, ഇത്രയുമേ ഇദ്ദേഹത്തെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ. അടുത്തതായിട്ട് മത്തായി എന്ന് പറയുന്ന മനുഷ്യൻ തന്നെക്കുറിച്ച് റെഫർ ചെയ്തേക്കുന്നതൊന്ന് ശ്രദ്ധിക്കണം. 10-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ മത്തായി പറഞ്ഞേക്കുന്നത് തന്നെക്കുറിച്ച് ഇദ്ദേഹത്തിന് ലേവി എന്നും പേരുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ലേവി എന്ന പേര് ഈ മനുഷ്യനുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇദ്ദേഹത്തെ ലേവി എന്ന് സംബോധന ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ അദ്ദേഹം തന്നെക്കുറിച്ച് തന്നെ റെഫർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ചുങ്കക്കാരൻ മത്തായി. സത്യത്തിൽ അങ്ങനെ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഡെയറിങ് സ്റ്റെപ്പാണ്. അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ പാപികളെന്ന് പറഞ്ഞേച്ച് അതിൻ്റെ കൂടെ ചേർക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നറിയാമോ? ചുങ്കക്കാരും പാപികളും. നല്ല യഹൂദന്മാരൊന്നും ഇവർക്കൊരു ബാഡ് റെപ്യൂട്ടേഷനാണ് ഉള്ളത്. ഒരു യഹൂദനും അവരെ ഒരു നല്ല കണ്ണോടെ കണ്ടിട്ടില്ല. തെറ്റായി ധനം സമ്പാദിക്കുന്നവരും പിടിച്ചു പറിക്കുന്നവരും അന്യായമായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരുമാകുന്ന ഒരു കൂട്ടരാണ് ചുങ്കക്കാർ. അതുകൊണ്ടാണ് സക്കായിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. കർത്താവ് അവൻ്റെ വീട്ടിലോട്ട് വന്നപ്പോൾ അവൻ പറയുന്ന ഒരു കാര്യം, ട്രൂലി കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് വന്നതുകൊണ്ട്, അതായത് സക്കായിയെ അവൻ്റെ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, നമ്മളാരും ചിന്തിക്കരുത് സക്കായിക്ക് കർത്താവിനെ കാണാനുള്ള താല്പര്യമുള്ള ആ നിലയിലല്ല സുവിശേഷം രേഖപ്പെടുന്നത്. അവൻ കർത്താവിനെ കാണാനായിട്ട് ആഗ്രഹിച്ചു, ഒരു ക്യൂരിയോസിറ്റി. കർത്താവിനെ കാണാനായിട്ട് എത്രയോ പേരെ ആഗ്രഹിച്ചു. പിലാത്തോസും ഹെരോദാവും ഒക്കെ കർത്താവിനെ കാണാനായിട്ട് ആഗ്രഹിച്ചവരാ. അങ്ങനെ ആഗ്രഹിച്ച ഒത്തിരി പേരുണ്ടായിരുന്നു. അതുപോലെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും ഇതൊക്കെ കർത്താവിനെ ഒന്ന് കാണണം എന്നാഗ്രഹിച്ചു. അവൻ കാട്ടത്തിയിൽ കയറി. പക്ഷെ കർത്താവ് വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സക്കായിയെ ഇറങ്ങി വാ, ഇന്ന് ഞാൻ
നിന്റെ വീട്ടിൽ നോക്കണം, ആ ഇനിസിയേഷൻ എഗെയിൻ ഒരു മനുഷ്യൻ കർത്താവിനെ അറിയുന്നതിൻ്റെ ആ ബേസിക് ആയിട്ടുള്ള കാര്യം കർത്താവാ ചെയ്യുന്നത്. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു, അത്രേ പറഞ്ഞുള്ളൂ. അവനോടൊന്നും പറഞ്ഞില്ല നീ അന്യായമായിട്ട് പിടിച്ചു പറിച്ചതും എല്ലാം എന്ത് ചെയ്യണം, കൊടുക്കണം എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ നിന്റെ വീട്ടിൽ പാർക്കും. പക്ഷെ കർത്താവ് ട്രൂലി വന്നു കഴിഞ്ഞപ്പം എന്നാ സംഭവിച്ചതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് ട്രൂലി ആയിട്ട് ശരിയായിട്ട് ബോൺ അഗെയിൻ ആയി കഴിഞ്ഞാൽ, ശരിയായി ക്രിസ്തു ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വന്നേ തീരൂ. അത് വന്നിരിക്കും. അല്ല, വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ട്രൂലി ബോൺ അഗെയിൻ അല്ലെന്നുള്ളതാണ്. ആ അത്യാർത്തിയും ആ ദുരാഗ്രഹവും പിടിച്ചു പറിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന അങ്ങനെയുള്ളതാകുന്ന ഒരു മനുഷ്യനായിട്ട് ഞാൻ അങ്ങനെയുള്ളവനാണെന്ന് ആയിരുന്നു. പക്ഷെ കർത്താവ് എന്നെയും രക്ഷിച്ചെന്ന് പറയാൻ ചങ്കൂറ്റം കാണിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഈ മത്തായി എന്ന് പറയുന്ന അപ്പോസ്തലനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കാരണം മറ്റു സുവിശേഷകന്മാരൊന്നും അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നില്ല എന്നുള്ളത് ചിന്തിക്കണം. മർക്കോസോ ലൂക്കോസോ ചുങ്കക്കാരൻ മത്തായി എന്നല്ല ഇദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത്. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ മറുപേരിലാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ലേവി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അന്നേരം അദ്ദേഹത്തെ ചുങ്കക്കാരൻ മത്തായി എന്നൊന്നും വിളിക്കുന്നില്ലെങ്കിലും ഈ മനുഷ്യൻ തന്നെ കുറിച്ച് പറയുമ്പോൾ എന്നാ പറയുന്നേ? അപ്പോൾ നോക്കിയേ, ഞാൻ എത്ര കൊള്ളരുതാത്തവനായിരുന്നു, കർത്താവ് എന്നെ രക്ഷിച്ചതല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നുള്ള ആ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇവരെ പോലെ ഒക്കെയുള്ള ദൈവമക്കളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, പലരും പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ലോകപ്രകാരം എനിക്ക് അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു, ലോകപ്രകാരം ഞാൻ അങ്ങനായിരുന്നു ഞാൻ ഇങ്ങനായിരുന്നു, പിന്നെ കർത്താവിനെ അറിഞ്ഞപ്പോൾ ഞാൻ അതെല്ലാം അങ്ങ് ഒന്നും വിട്ടിട്ടില്ല. ഇപ്പോഴും ഉള്ളിൽ അതാണ് വലിയ കാര്യം. ഞാൻ പലപ്പോഴും ഞാൻ വണ്ടർ ചെയ്യാറുള്ള ഒരു കാര്യം, നമ്മുടെ ലോകപ്രകാരമുള്ള അതൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ കണ്ണിൽ വലിയ കാര്യമെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എടാ, ഇത് വലിയ കാര്യമാണെങ്കിൽ പിന്നെ അത് വലിയ കാര്യമായിട്ട് എനിക്ക് പൊക്കി പറയാനൊന്നും ഇല്ല. കാരണം കർത്താവിനെ അറിയാൻ കഴിഞ്ഞതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ചെറിയ കാര്യം. അതിനെക്കുറിച്ചൊന്നും എനിക്ക് എടുത്തു പറയേണ്ട കാര്യമേ ഇല്ല. എൻ്റെ പാരമ്പര്യമോ എൻ്റെ വലിമയോ ഞാൻ ഉപേക്ഷിച്ചതിനെ കുറിച്ച് ഇതൊക്കെ എന്ത് പറയാനാ എനിക്കുള്ളത്? ദൈവം എന്നോട് കരുണ ചെയ്തു, എന്നെ വിളിച്ചു, ദൈവമകനാക്കി മകളാക്കി എന്നതിൽ കവിഞ്ഞ എന്ത് ആണ് നമുക്ക് ദൈവസന്നിധാനത്തിൽ പറയാനുള്ളത്? അതുകൊണ്ടല്ലേ ഏറ്റവും വലിയ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്ന ഒരു അപ്പോസ്തലൻ പറയുകയാണ്, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇസ്രായേൽ ജാതിക്ക് ഇതൊക്കെ പറഞ്ഞു വന്നേച്ച് പറയുക. അതൊക്കെ എന്താണെന്നറിയാമോ? ചവറ. ക്രിസ്തുവിനെ ഞാൻ നേടിയത് കാണുമ്പം, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം, ലോകപ്രകാരമുള്ള എൻ്റെ ബന്ധങ്ങളും എൻ്റെ സമ്പത്തും എനിക്കുണ്ടായിരുന്ന പദവികളും ഇതെല്ലാം എന്താ? ചവറ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരു ഡിസൈപ്പിളിൻ്റെ, ട്രൂലി ഒരാൾ ഡിസൈപ്പിൾ ആയി കഴിയുമ്പോൾ ഇതാ സംഭവിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, ട്രൂലി ഡിസൈപ്പിൾ ആയി കഴിഞ്ഞാൽ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെല്ലാം മാറുന്നു. ഇദ്ദേഹം തന്നെക്കുറിച്ച് പറയുന്നതാകുന്ന ഒരു കാര്യം, ചുങ്കക്കാരനായ മത്തായി ആകട്ടെ, നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകാം. അടുത്തതായിട്ട് അൽഫായുടെ മകൻ യാക്കോബ്. കാരണം അങ്ങനെ എടുത്തു പറയേണ്ടതിൻ്റെ ആവശ്യകത, മുകളിൽ ഒരു യാക്കോബ് ഉണ്ട്, അതുകൊണ്ടാണ് അൽഫായുടെ മകനാകുന്ന യാക്കോബെന്ന് പറയുന്നത്. ആകട്ടെ, ഈ അൽഫായുടെ മകൻ യാക്കോബും
ഈ മത്തായിയും ഒരു പക്ഷേ സഹോദരന്മാരായിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മർക്കോസിന്റെ സുവിശേഷത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മത്തായിയുടെ മറുപേര് ലേവി എന്നാണ്. മർക്കോസിന്റെ സുവിശേഷം 2:14 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പിന്നെ അവൻ യേശു കടന്നു പോകുമ്പോൾ അൽഫായുടെ മകനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ മത്തായി അല്ലെങ്കിൽ ലേവി എന്നറിയപ്പെടുന്ന, ലേവി എന്ന മറുപേരുള്ള മത്തായിയുടെ പിതാവിന്റെ പേരെന്തായിരുന്നു? അൽഫായി. കാരണം മർക്കോസിന്റെ സുവിശേഷം 2:14 നമ്മൾ അങ്ങനെയാ വായിക്കുന്നത്. അങ്ങനെയല്ലേ? എടുത്തവരുണ്ടേ ഒന്ന് വായിച്ചോ പെട്ടെന്ന്. ഞാൻ ഇപ്പൊ അവസാനിപ്പിക്കാം. മർക്കോസ് 2:14. അൽഫായുടെ മകനായ ലേവി ചുങ്കസ്ഥലത്ത്. അപ്പൊ ഇദ്ദേഹം മത്തായി, അദ്ദേഹത്തിന്റെ അപ്പന്റെ പേരെന്താ? അൽഫായി. ഇവിടെ നമ്മൾ വായിക്കുന്നു അൽഫായുടെ മകൻ യാക്കോബ്. അതുകൊണ്ട് ഒരുപക്ഷെ ഇവര് സഹോദരന്മാരാകാൻ ഉള്ള സാധ്യതയുണ്ട്. എനിവേ, അത്രയും കാര്യം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോട്ടെ. അടുത്തതായിട്ട് തദ്ദായി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് നമ്മൾ കാണുന്നു. തദേവൂസ് എന്ന വാക്കിന്റെ അർത്ഥം ബിലവഡ്, പ്രിയപ്പെട്ടവൻ. സത്യത്തിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേര് യൂദാസ് എന്നാണ്. യൂദ. എന്തുകൊണ്ടാണ് തദ്ദായി എന്ന മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, താഴെ മറ്റൊരു യൂദായുണ്ട്. ഇവരെ കൺഫ്യൂസ് ചെയ്യാതിരിക്കാനും ഒക്കെ ആ ഒരു പർപ്പസിലാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് ഒറ്റ റെഫറൻസേ ഉള്ളൂ, യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മൾ വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14:22. അദ്ദേഹത്തെക്കുറിച്ച് ഒറ്റ കാര്യമേ യോഹന്നാൻ പറയുന്നുള്ളൂ. അദ്ദേഹത്തെക്കുറിച്ച് ആകെപ്പാടെ എഴുതിയിരിക്കുന്നത് കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഇസ്കരിയോത്താവല്ലാത്ത യൂദ, ആ മനുഷ്യനാണ് ഈ തദ്ദായി എന്നറിയപ്പെടുന്ന യൂദ. അദ്ദേഹം, കർത്താവെ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. ആകട്ടെ, അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ശീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഈ ശീമോൻ ആക്ച്വലി എരിവുകാരനാകുന്ന ശീമോൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യനാണ്. ഏറ്റവും അവസാനമായിട്ട് ഇസ്കരിയോത്ത യൂദ, അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? ഒരുപക്ഷെ ആ സ്ഥലത്ത് നിന്ന് വരുന്നത് കൊണ്ടാണോ, അദ്ദേഹത്തിൻ്റെ സർനെയിമാണോ, ഇതൊന്നും നമുക്ക് അറിയില്ല. എനിവേ, അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം യൂദായെ കർത്താവ് വിളിച്ചു. അൾട്ടിമേറ്റ്ലി യൂദാ കർത്താവിനെ ഒറ്റിക്കൊടുത്തു. മാത്രമല്ല, അതിനെക്കുറിച്ചൊക്കെ നേരത്തെ തിരുവെഴുത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ യൂദാ എന്ന് പറയുന്ന മനുഷ്യൻ കർത്താവിനെ ഒറ്റിക്കൊടുത്തു. അവനെ അതിനു വേണ്ടിയിട്ട് അങ്ങ് നിർണയിച്ച് ആക്കി. അപ്പം അങ്ങനെയെങ്കിൽ അദ്ദേഹം ഒരു ഇന്നസെൻ്റായിട്ടുള്ള ആളായിട്ട് വരും. എന്നാൽ അതിനെക്കുറിച്ച് വേദപുസ്തകം എന്താ പറയുന്നത് എന്നുള്ളത് നമ്മൾ അടുത്ത ആഴ്ചയിൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം അതിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒത്തിരി പേര് നശിച്ചു പോകുന്നുണ്ടല്ലോ. യൂദായും ആ കൂട്ടത്തിൽ നശിച്ചുപോയി. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? എന്താ ദൈവവചനം അതിനെക്കുറിച്ച് പറയുന്നത്? ദൈവവചനം എന്നാ അതിനെക്കുറിച്ച് പറയുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ആ കാര്യം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. ഇവിടെ യൂദായെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദ എന്നാണ് പറയുന്നത്. ലൂക്കോസ് അവനെക്കുറിച്ച് പറയുന്നത് ദ്രോഹിയായി തീർന്ന യൂദ എന്ന, ദ്രോഹിയായി തീർന്ന. അപ്പോൾ ആ മനുഷ്യനെക്കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ പഠിക്കാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചിന്ത വേദപുസ്തകത്തിൻ്റെ, അതായത് ഒത്തിരി പേര് നശിച്ചു പോകുന്നുണ്ടല്ലോ.
കർത്താവിനെ അറിയാതെ നിത്യനാശത്തിലേക്ക് അനേകർ പോകുന്നു. അവരെക്കുറിച്ച് വേദപുസ്തകം എന്താ പറയുന്നത്? അതിൻ്റെ ഉത്തരവാദിത്വം എന്താണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അല്പമായിട്ട് അടുത്ത ആഴ്ചയിൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് ചിന്തിക്കാം. അതിനിപ്പുറം കർത്താവ് വന്നാൽ നമുക്ക് പിന്നെ ആ കാര്യമൊക്കെ വളരെ ക്ലിയർ ആകും. സ്വർഗത്തിൽ ചെന്നാൽ എനിക്കത് പറയേണ്ട ആവശ്യം വരുന്നില്ല, നിങ്ങൾക്കത് കേൾക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ ഈ 7 ദിവസത്തിനുള്ളിൽ കർത്താവ് വന്നാൽ നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ട്രൂലി ഉള്ള ഡിസൈപ്പിൾഷിപ്പിൻ്റെ ആ ചില പ്രകടമായ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിച്ചു ഇല്ലേ? ട്രൂലി കർത്താവിനെ പിന്തുടരുമ്പോൾ ആ വ്യക്തിയിൽ ഇന്നെവിറ്റബിളായിട്ട് അത് ഒരു പ്രോഗ്രസീവായിട്ട്, അറ്റ്ലീസ്റ്റ് വർക്ക് ഇൻ പ്രോഗ്രസ്സാ. ഒരു ഡിസൈപ്പിൾ എന്ന് പറയുമ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ്സാ. ആ ഒരു പ്രധാനപ്പെട്ട അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് എങ്കിൽ ട്രൂലി നമ്മൾ കർത്താവിൻ്റെ സന്നിധാനത്തിൽ കാണും. ഇല്ലെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതുകൊണ്ട് ദൈവം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാനും നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനും ഒക്കെ ദൈവം നമുക്ക് കൃപ തരട്ടെ. നമുക്ക് ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.